ഹായ്, വെൽക്കം ബാക്ക്. നമ്മളൊന്നൊരു പി സി ബിൽഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. 40,000 രൂപ ബഡ്ജറ്റിൽ വരുന്ന ഒരു പി സിയാണ് നമ്മൾ ബിൽഡ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ ഒരു പി സി ബിൽഡിങ്ങിന് യൂസ് ചെയ്യുന്ന എല്ലാ ആക്സസറീസിൻ്റെ ഒരു റിവ്യൂ വീഡിയോസ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്ത ആൾക്കാർക്ക് ഞാൻ ലിങ്ക് മുകളിൽ കൊടുത്തേക്കാം. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ എന്തായാലും പി സി ബിൽഡിലോട്ട് കിടക്കാം. ഈ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആസ്റോക്കിൻ്റെ B450M Pro 4 എന്ന് പറയുന്ന ഒരു മദർ ബോർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു മദർ ബോർഡിൻ്റെ ഒപ്പം നമുക്കൊരു ഡ്രൈവർ സീഡിങ്, പിന്നെ കുറച്ച് മാനുവലും ഒരു ബാക്ക് IO ഷീൽഡും തന്നിട്ടുണ്ട്. പിന്നെ സാറ്റ പോർട്ടുമാണ് നമുക്ക് തന്നേക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് മദർ ബോർഡ് തന്നെയാണ്. ഈ ഒരു മദർ ബോർഡിനെ കുറിച്ചുള്ള ഫുൾ റിവ്യൂ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം, നിങ്ങൾ അത് കയറി കാണാം. നമ്മുടെ പ്രൊസസ്സർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മദർ ബോർഡിൻ്റെ ബോക്സ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു മദർ ബോർഡ് ഈ ഒരു ബോക്സിൻ്റെ മുകളിലോട്ട് പ്ലേസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ പ്രൊസസ്സർ വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു മദർ ബോർഡിലോട്ട് ആഡ് ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊസസ്സർ AMDയുടെ Ryzen 5 4600G എന്ന് പറയുന്നൊരു പ്രൊസസ്സറാണ്. ഇത് നല്ല സ്പീഡുള്ളൊരു പ്രൊസസ്സർ ആണ്. ഈ ഒരു പ്രൊസസ്സർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊസസ്സറിൻ്റെ മുകളിൽ ഒരു ഗോൾഡൻ ട്രയാങ്കിൾ കൊടുത്തിട്ടാം. ഈ ഒരു മാർക്ക് നോക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ മദർ ബോർഡിനകത്ത് ഈ ഒരു ഹിഞ്ച് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ഒരു മദർ ബോർഡിനകത്തും ഈ പ്രൊസസ്സർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഭാഗത്തും ഇതിൻ്റെ ഒരു ട്രയാങ്കിളായിട്ടൊരു മാർക്ക് ഇവർ കൊടുത്തിട്ടുണ്ടാകും. ഈ ഒരു മാർക്ക് നമ്മുടെ പ്രൊസസ്സറിനകത്തുള്ള മാർക്കും മാച്ച് ചെയ്തിട്ട് വരണം. നമ്മുടെ പ്രൊസസ്സർ നിങ്ങൾ ഇത് ഈ ഒരു രീതിയിൽ എടുത്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു പ്രൊസസ്സറിൻ്റെ ഉൾഭാഗത്ത് വരുന്ന ഈ ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു പിന്നിനകത്ത് നിങ്ങൾ കൈ കൊണ്ട് തൊടാനായിട്ട് പാടില്ല. അതിനുശേഷം നമ്മുടെ ഈ ഒരു പ്രൊസസ്സറിനകത്തുള്ള ഗോൾഡൻ മാർക്കും നമ്മുടെ മദർ ബോർഡിനകത്തുള്ള മാർക്കും മാച്ച് ആവുന്ന രീതിയിൽ ഈ ഒരു പ്രൊസസ്സർ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യുക. നിങ്ങൾ യാതൊരു തരത്തിലുള്ള ബലവും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ ഒരു മാർക്ക് നോക്കിയിട്ട് പ്ലേസ് ചെയ്യണമെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ പ്രൊസസ്സർ ഇതായിട്ട് സൂട്ടാണ്. ഞാൻ ഒരു തരത്തിലുള്ള ബലവും അപ്ലൈ ചെയ്തില്ല. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ലോക്ക് ഒന്ന് വലിച്ച് ഇടാം. നമ്മൾ നേരത്തെ തുറന്ന അതേ ലോക്ക് തന്നെ തിരിച്ച് പഴയതുപോലെ തന്നെ പ്ലേസ് ചെയ്യുക. ഒട്ടും ബലം കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഫാൻ ഫിറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഫാൻ ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു ഫാനിനകത്ത് ഈ ഒരു മദർ ബോർഡിനകത്ത് ഡിഫോൾട്ടായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ലോക്കിംഗ് മെക്കാനിസത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ലോക്കിംഗ് മെക്കാനിസം റിമൂവ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത്തരത്തിലുള്ള ലോക്കിംഗ് മെക്കാനിസം AMDയുടെ പഴയ മോഡൽ ഫാനുകളിലൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് 4600G ആയതുകൊണ്ട് അതിനകത്ത് ഇത്തരത്തിലുള്ള മെക്കാനിസം അല്ല. ഇനി നമുക്ക് ഫാൻ ഫിറ്റ് ചെയ്യാം. ഫാൻ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഫാനിൻ്റെ പവർ കേബിൾ നമ്മുടെ മദർ ബോർഡിനകത്ത് എവിടെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. കാരണം ഫാൻ ഫിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഒരു കേബിളിൻ്റെ ലെങ്ത്ത് എത്താതെ ഇരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ ഫാനിൻ്റെ റൊട്ടേഷൻ തീരുമാനിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന മദർ ബോർഡിനകത്ത് ഈ ഒരു രീതിയിൽ ഫിറ്റ് ചെയ്യാവുന്നതാണ്. എളുപ്പത്തിൽ തന്നെ ഫാനും കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു ഫാനിൻ്റെ സ്ക്രൂസ് ടൈറ്റ് ചെയ്യണം. ഈ സ്ക്രൂസ് ടൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സ്ക്രൂ തന്നെ ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യാതെ നിങ്ങൾ കുറേശ്ശെ ടൈറ്റ് ചെയ്യുക. അതായത് 4 സ്ക്രൂവും ഒരു 25% വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. അങ്ങനെ എല്ലാ സ്ക്രൂവും ഓരോ റൗണ്ടായിട്ട് നിങ്ങൾ ടൈറ്റ് ചെയ്യുക. അല്ലാതെ ഒരു സ്ക്രൂ തന്നെ ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലോക്ക് ഒടിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതില്ലാതിരിക്കാനാണ് നമ്മൾ എല്ലാ സ്ക്രൂസും കുറേശ്ശെ ടൈറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫാൻ ഫിറ്റ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഫാനിൻ്റെ പവർ കേബിൾ നമുക്ക് മദർ ബോർഡായിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഫാനിനകത്ത് നമ്മുടെ കൂളിംഗ് പേസ്റ്റ് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് കൂളിംഗ് പേസ്റ്റ് യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നില്ല. ഈ ഒരു ബിൽഡിന് വേണ്ടിയിട്ട് നമ്മൾ G-Skillൻ്റെ റാമാണ് മേടിച്ചത്. 8GB 2 റാം സ്ലോട്ടാണ് മേടിച്ചത്. ഇത് 6GB റാമാണ്. നിങ്ങൾക്ക് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു റാമിൽ അവൈലബിൾ ആണ്. ഈ കാണുന്നതാണ് നമ്മുടെ റാം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മദർ ബോർഡിൻ്റെ മാനുവൽ ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ റാം ഏതൊക്കെ സ്ലോട്ടിലാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളത് കാര്യം നോക്കാം. ഇപ്പോൾ എൻ്റെ റാം പ്ലേസ് ചെയ്യേണ്ടത് B1 B2 അത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം റാം സ്ലോട്ടൊന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് നിങ്ങളുടെ റാം വെച്ചിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ലോക്ക് വീഴുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ 2 റാം നമ്മൾ പ്ലേസ് ചെയ്യുക. നെക്സ്റ്റ് ക്യാബിനറ്റാണ്. നമുക്ക് നമ്മുടെ ഈ ഒരു മദർ ബോർഡ് ക്യാബിനറ്റിലോട്ട് ഫിറ്റ് ചെയ്യണം. ഇതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡീപ് കൂളിൻ്റെ CC560WH എന്ന് പറയുന്നൊരു ക്യാബിനറ്റാണ്. ഈ ഒരു ക്യാബിനറ്റിൻ്റെ ഫുൾ റിവ്യൂ നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം. ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ മദർ ബോർഡ് പ്ലേസ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാബിനറ്റിൻ്റെ ഒപ്പം കുറച്ച് സ്ക്രൂസ് ഇവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മദർ ബോർഡിനകത്ത് എവിടെയൊക്കെയാണ് സ്ക്രൂ വേണ്ടത് ആ ഭാഗത്തൊക്കെ നമ്മുടെ ക്യാബിനറ്റിൽ ഇത്തരത്തിലുള്ള അഡീഷണൽ ആയിട്ടുള്ള സ്ക്രൂസ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് മദർ ബോർഡ് ടൈറ്റ് ചെയ്ത് നിർത്താനായിട്ട് നമ്മളെ സഹായിക്കും.
നെക്സ്റ്റ് IO ഷീൽഡാണ്. നമ്മുടെ മദർ ബോർഡിനൊപ്പം ഇങ്ങനൊരു IO ഷീൽഡ് തന്നിട്ടുണ്ടാകും. ഈ ഒരു IO ഷീൽഡ് നിങ്ങൾ പ്ലേസ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. നിങ്ങൾ മദർ ബോർഡ് പ്ലേസ് ചെയ്യുന്നതിന് മുന്നടിയായിട്ട് ഈ ഒരു IO ഷീൽഡ് പ്ലേസ് ചെയ്യേണ്ടതാണ്. ചില മദർ ബോർഡിനൊപ്പം ഈ IO ഷീൽഡ് പ്രീ ഇൻസ്റ്റാൾ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഈ IO ഷീൽഡിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട. നിങ്ങൾ മദർ ബോർഡ് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം. ഈ ഒരു IO ഷീൽഡ് പ്ലേസ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ ഒരു പോർട്ടിൻ്റെ ഭാഗത്ത് വന്നിട്ട് IO ഷീൽഡ് നിങ്ങൾ വെച്ചിട്ട് ജസ്റ്റ് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് ബലം കൊടുത്തു കഴിഞ്ഞാൽ ഇത് ലോക്കാവുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ആ ഒരു രീതിയിലാണ് നിങ്ങൾ IO ഷീൽഡ് പ്ലേസ് ചെയ്യേണ്ടത്. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു IO ഷീൽഡ് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മദർ ബോർഡ് ക്യാബിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മദർ ബോർഡ് ക്യാബിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി പ്ലേസ് ചെയ്യുന്ന സമയത്ത് IO ഷീൽഡിനകത്ത് പ്രോപ്പറായിട്ട് എല്ലാ പോർട്ടുകളും ഫിറ്റ് ആയിട്ടില്ലെന്ന് നോക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വയറുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. പിന്നെ ഈ ഒരു ഇറക്കി വെക്കുന്ന സമയത്ത് നിങ്ങൾ അധികം ബലമൊക്കെ കൊടുത്ത് നമ്മുടെ മദർ ബോർഡ് ക്യാബിൻ്റെ ഉള്ളിൽ പല ഭാഗത്തായിട്ട് കൊണ്ട് ഡാമേജ് ആവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചെറുതായിട്ട് എവിടെയെങ്കിലുമൊക്കെ മുട്ടിയാൽ തന്നെ നമ്മുടെ മദർ ബോർഡിനകത്തുള്ള പല ICകളും അടർന്നു പോകും. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം സൂക്ഷിച്ച് വേണം നിങ്ങൾ പ്ലേസ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് മദർ ബോർഡ് സ്ക്രൂ ചെയ്യുക എന്നുള്ളതാണ്. ഈ സ്ക്രൂ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ സ്ക്രൂസും ഒരുപാട് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു മീഡിയം ടൈറ്റ് മാത്രം മതിയാവും. പിന്നെ സ്ക്രൂ ഡ്രൈവർ തെന്നിപ്പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല സ്ക്രൂ ഡ്രൈവേഴ്സ് മാത്രമേ യൂസ് ചെയ്ത് മദർ ബോർഡിനകത്ത് സ്ക്രൂസ് ടൈറ്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ സ്ക്രൂ ഡ്രൈവർ തെന്നിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റോറേജ് കണക്ട് ചെയ്യാം. ഇതൊരു 250 GB SSD ആണ്. ഏതോ ഒരു ലോക്കൽ ബ്രാൻഡാണ്. ഇത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഹാർഡ് ഡിസ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഹാർഡ് ഡിസ്ക് മേടിച്ചിട്ടില്ല. അത് നമുക്ക് ഈ ഒരു SSD ഇവിടെ പ്ലേസ് ചെയ്യാം. ഞാൻ ഈ കണക്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെയാണ്. നമുക്ക് ഈ ഒരു ക്യാബിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ ഈ ഒരു SSD പ്ലേസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് സ്ക്രൂ ബാക്കിൽ നിന്നാണ് ടൈറ്റ് ചെയ്യേണ്ടത്. ഹാർഡ് ഡിസ്ക് മൗണ്ട് ചെയ്യാനുള്ള സ്ക്രൂസ് എല്ലാം നമുക്ക് ക്യാബിൻ്റെ ഒപ്പം തന്നെ ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ആ ഒരു സ്ക്രൂ നിങ്ങൾ ഈ ഒരു ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. 4 സ്ക്രൂ ആണ് നോർമലി കണക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് 2 സ്ക്രൂ 2 കോർണറിലായിട്ട് പ്ലേസ് ചെയ്താലും മതിയാവും. ഇനി നമുക്ക് HDD കണക്ട് ചെയ്യാം. ഇത് ഒരു പഴയ HDD ഇവിടെ ഇരുന്നിരുന്നതാണ്. 1 TB HDD ഉണ്ട്. നമുക്ക് ഈ ഒരു ട്രേയിലാണ് HDD കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. ഈ ഒരു ട്രേയിൽ നമുക്കൊരു 2 HDD കണക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു HDDയും ഒരു SSDയും കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്കുള്ളത്. മുകളിൽ വെക്കുന്ന HDD ആണെങ്കിൽ താഴെ നിന്ന് സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ ഒരു ട്രേയിലോട്ട് ഇങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം സൈഡിൽ നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ അടുത്ത ഹാർഡ് ഡിസ്ക് മുകളിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് താഴെ ഡ്രൈവിൽ വെച്ചിരിക്കുന്ന SSD ഊരിയതിന് ശേഷം മാത്രം നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഈ ഒരു സൈഡിലായിട്ടാണ് മൗണ്ട് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് മൗണ്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ക്യാബിനിലോട്ട് ഈ ഒരു HDD ഇറക്കി പ്ലേസ് ചെയ്യേണ്ടതാണ്. ക്യാബിൻ്റെ ഉള്ളിൽ HDD പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 രീതിയിൽ നമുക്ക് നമ്മുടെ അത് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഇപ്പുറത്തോട്ട് നീക്കി വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ SMBSൻ്റെ ലെങ്ത്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ഹാർഡ് ഡിസ്ക് കുറച്ചും കൂടി ഫ്രണ്ട് ഭാഗത്തോട്ട് നീക്കി പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നീക്കി പ്ലേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി വയറിങ്ങിനായിട്ട് റൂം നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഈ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ ട്രേ നമ്മുടെ ക്യാബിൻ്റെ അടിഭാഗത്തുനിന്ന് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് സെക്യൂർ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് പവർ സപ്ലൈ ആണ്. പവർ സപ്ലൈ നമ്മൾ യൂസ് ചെയ്യുന്നത് കോർസെയറിൻ്റെ CV450 എന്ന് പറയുന്ന പവർ സപ്ലൈ ആണ്. നമുക്ക് ഈ ഒരു പവർ സപ്ലൈ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മുടെ ക്യാബിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെക്കാം. പവർ സപ്ലൈ നമുക്ക് ഇനി സെക്യൂർ ആണ്. 4 സ്ക്രൂസാണ് പവർ സപ്ലൈയിൽ വരുന്നത്. 4 സ്ക്രൂസും നമ്മൾ ടൈറ്റ് ചെയ്ത് പവർ സപ്ലൈ ഫിക്സഡായിട്ട് വെക്കാം. അങ്ങനെ എല്ലാ ഹാർഡ്വെയറും ക്യാബിനറ്റിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ കാണുന്ന എല്ലാ കേബിൾസും മദർ ബോർഡായിട്ട് കണക്ട് ചെയ്യുക എന്നത് മാത്രമാണ് നമ്മുടെ ജോലി. ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സിസ്റ്റം ഓണാക്കി നോക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് മദർ ബോർഡിനൊപ്പം വരുന്ന മാനുവൽ ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം എല്ലാ മദർ ബോർഡിനകത്തും വ്യത്യസ്ത സ്ഥലങ്ങളിലായിരിക്കും പല പോർട്ടുകളും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനുവലി ചെക്ക് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ കേബിൾസ് ഈ ഒരു മദർ ബോർഡായിട്ട് പ്ലേസ് ചെയ്യേണ്ടതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ മദർ ബോർഡ് ഡാമേജ് ആവാനോ നിങ്ങളുടെ ഹാർഡ്വെയറിന് എന്തെങ്കിലും ഡാമേജസ് സംഭവിക്കാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മാനുവൽ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം കേബിൾസ് കണക്ട് ചെയ്യുക. കേബിളുകളെല്ലാം കൃത്യമായിട്ട് മദർ ബോർഡിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് കേബിൾ മാനേജ്മെൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ എല്ലാ കേബിൾസും റൂട്ട് ചെയ്യുന്നത് ക്യാബിനറ്റിൻ്റെ ബാക്ക് സൈഡിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ബാക്ക് സൈഡിൽ കേബിളുകളെല്ലാം വളരെ മോശമായ രീതിയിലായിരിക്കും കിടക്കുക. ആ കേബിളുകളെല്ലാം നമ്മൾ കൃത്യമായി ടൈ ചെയ്ത് നമ്മുടെ ക്യാബിനറ്റിൽ പ്ലേസ് ചെയ്ത് വെക്കേണ്ടതാണ്. ആ ഒരു ജോലി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ PC അസംബ്ലിങ് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ സിസ്റ്റം ഓൺ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ സിസ്റ്റം ബിൽഡ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ എല്ലാ ഹാർഡ്വെയർസും വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നത്. നമ്മൾ അഡീഷണൽ ആയിട്ട് ലൈറ്റ്സ് ഒന്നും വെച്ചിട്ടില്ല. ക്യാബിനകത്തുള്ള ലൈറ്റ്സസാണ് ഉള്ളത്. പിന്നെ നമ്മുടെ റാമിനകത്തുള്ള ARGB ലൈറ്റും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. See you again. Bye.